നീയോ കാലത്ത് തന്നെ ഇങ്ങ് എത്തിയോ മനുഷ്യനെ മെനക്കെടുത്താൻ? അയ്യരുകുളമേൻ പാർട്ടി എപ്പോ വന്നു? നീ പോയൊന്ന് ചുറ്റിയടിച്ചിട്ടൊക്കെ വാ, അല്ലെ അമ്പലക്കുളം പോയൊന്ന് കലക്ക്. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇത്ര കാലത്ത് അതും കഴിഞ്ഞോ? മോളെ ഗൗരി, താഴെ കാവിലെ ഉത്സവം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങ് എത്തിയുള്ളൂ. നല്ല ക്ഷീണുണ്ട്. ആ, നീ പോയിട്ട് പിന്നെ വാ. ആരാ? ഞാൻ ഗൗരിയാ. ഗൗരിയോ? ഏത് ഗൗരി? ഞാൻ ഇവിടെ ഉള്ളതാ. അതിന് എന്തിനെന്റെ ചെണ്ട തട്ടിയത്? ഞാൻ പരമേട്ടനാന്ന് കരുതിയാ. പരമേട്ടൻ? പരമേണ്ടാരാ? ആരാണ് ഇതൊക്കെ കേൾക്കാൻ നിങ്ങളാരാ? ആളറിയാണ്ട് ഞാനൊന്ന് തട്ടി. അതിങ്ങനെ വെളിച്ചപ്പാട് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. കാര്യമില്ലേ? കാര്യമുണ്ട്. കണ്ണി കണ്ട പെമ്പിള്ളേർക്ക് തല്ലിപ്പൊളിക്കാനുള്ളതല്ല എന്റെ ചണ്ട. എന്തായാലും ഉണ്ടക്കണ്ണം വെച്ച് മേടിച്ചു നോക്കണത് ഒറ്റ കുത്തൂത്തിന്റെ കണ്ടല്ലേ, രണ്ട് കണ്ണെടുക്കും. അറിയാണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്ക്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. ഉദ്ഘാടനം കെങ്കേമം. അങ്ങനെ വാ ഗൗരിയെ, ഞങ്ങളുടെ കഞ്ഞിപൊടി മുട്ടിക്കോ. ഇരിയാനെ, ഇരിയാനെ, അവിടെ ഇരിയാനെ, അവിടെ ഇരിയാനെ, ഇരിക്കാൻ. അങ്ങനെ ഒന്ന് നിന്നേ. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് നിക്കണം. ഏയ്, ചെവി കേട്ടൂടെ ചക്ക? ഏയ്, ഞാൻ തിരക്കിയിരിക്കായിരുന്നു. അങ്ങനെ ഇപ്പൊ രക്ഷപ്പെട്ട് ഓടാമെന്ന് വിചാരിക്കണ്ട. എന്നെ എന്തൊക്കെയാ പറഞ്ഞേ? ഓടി കൊരങ്ങി, നിനക്കൊരു ചന്തമില്ല, മുമ്പിന്ന് പോയില്ലെങ്കിൽ നല്ല ചവിട്ട് തരുന്നല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അങ്ങനെയല്ലേ പറഞ്ഞേന്ന്? ഓഹോ, അപ്പൊ അതൊക്കെ മനസ്സിലായല്ലേ? അങ്ങനെ എന്നെ പറഞ്ഞത്. കൊരങ്ങ നീ, മരം കയറി കിടക്കണ അമ്പലം കൊരങ്ങ. എന്താ പറഞ്ഞേ? അമ്പലം കൊരങ്ങേന്ന്. ചെണ്ട കൊരങ്ങ വലിയ സുന്ദരനാണെന്ന വിചാരം. കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ ഞാൻ കേശവനെ കൊണ്ട് ചവിട്ടിക്കും. ആരാത്? ആന, പെരുമ്പാവൂർ കേശവൻ. ഓഹോ, ആനമേക്കലുണ്ടോ? എല്ലാറ്റിനും കൂടി എവിടുന്ന സമയം? ഒരു കണക്കിന് അത് നല്ലതാ. ഏത്? ഈ ആനമേക്കലേ വല്ല ആനക്കാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ട് പൊക്കോളൂല്ലോ. ആനക്കാരനോ? നിന്നെ കെട്ടാൻ ആനക്കാരനല്ലാണ്ട് പിന്നെ ആരാ വരിക? പറ്റിയ സാധനം. അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം.
ചോദിക്കുകയും പറയൊന്നും വേണ്ട. അയാൾ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. ആറാട്ട് കഴിയാനൊന്നും നിക്കണ്ട. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായെന്നേ? എന്താ ഉണ്ടായെന്നോ? എന്നെ അയാൾ വിളിക്കുക അമ്പലം കുറങ്ങിയെന്ന്. അതിനൊക്കെ നീയും ഒന്ന് വിളിച്ചു കാണും. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ആ, ഓടെ ചെണ്ട കുറങ്ങിയെന്ന് വിളിച്ചു. അവനൊരു വലിയ കലാകാരനാ. കുടമാളൂർ അപ്പൂട്ടൻ എന്ന് പറഞ്ഞാൽ നാലാൾ അറിയും. ഇടയ്ക്കിടയ്ക്ക് ടി വിയിലൊക്കെ അവന്റെ മേള ഉണ്ടാകാറുണ്ടേ. വെറുതെ നോണ. നോണനല്ല സത്യ. കൂടെ കൊണ്ടു കിടക്കുന്നത് തന്നെ എനിക്ക് അഭിമാന. അപ്പോ അയാളെ പറഞ്ഞു വിടില്ല അല്ലേ? നീയും തിരിച്ചു വിളിച്ചില്ലേ? ഇപ്പൊ ഇത്ര കയറി നിൽക്കണ നീ തന്നെയാ. ആ അയാളോട് പറഞ്ഞേക്ക് ആറാട്ട് കഴിഞ്ഞ് പോണേന് മുമ്പ് ഗൗരി അയാളെ വെള്ളം കുടിപ്പിക്കുമെന്ന്. പറയാം, നിശ്ചയായിട്ടും പറയാം. എന്നെ ആനക്കാരനെ കൊണ്ടൊന്ന് കെട്ടിക്കില്ലാന്ന് അയാളോട് പറഞ്ഞേക്ക്. ആട് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ശിവൻകുട്ടി യോഗ്യനായ ഒരുത്തനെ കൊണ്ടിരില്ലേ? ആ ഇനി ഒഴിച്ചിരിക്കേ. ഇന്നെന്താ കാലത്ത് പരിപാടി? ഇതുവരെ ഒന്നും ഒത്തില്ല. തമ്പിയണ്ണ ഒരു കോൾ ഒത്തുണ്ട്. കോളോ? മിണ്ടാതെ നിക്കണം. ഇപ്പൊ കാണിച്ചു തരാം. ജ്ഞാനപ്പാനുണ്ടോ? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനെ? അതൊക്കെ പാർക്ക് വേണം സാർ. വല്ല നോവലോ കഥ വെച്ചാ തരാം. ഇതിന്റെ രണ്ടാം വോളി ഉണ്ടോ? ഔട്ട് ഓഫ് ഉണ്ടാ, സ്റ്റോക്ക് ഇല്ല. പിന്നെ എന്താ ഇവിടെ ഉള്ളേ? CID മൂസ. ആഹാ, ഇതെന്തത്? എന്റെ കോലുണ്ടോ? എന്തുപോലെ? ചെണ്ടക്കോലേ? തമ്പിയണ്ണ ഈ കുരങ്ങൻ എന്താ വില? 6 രൂപ. ഈ കുരങ്ങൻ ചെണ്ട കൊട്ടുവോ? ചെണ്ട കൊട്ട് കുരങ്ങനോ? ആ ചില കുരങ്ങന്മാര് ചെണ്ട കൊട്ടും. ചെണ്ട കുരങ്ങനെ കണ്ടിട്ടില്ലേ? അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് വെറുതെ വഴക്കിനിറങ്ങിയിരിക്കുക? കളിക്കണ്ട. എന്റെ ചെണ്ടക്കോല ഇവിടെ. ചെണ്ടക്കോലോ? നിങ്ങളുടെ ചെണ്ടക്കോല് നിങ്ങളുടെ കൈ കാണും. എന്റെ അടുത്താ. ആറാട്ട് കഴിഞ്ഞ് പോണേന് മുമ്പ് നീ എന്നെ വെള്ളം കുടിപ്പിക്കുന്ന ആശുനോട് പറഞ്ഞില്ലേ? അപ്പൊ നീ എന്നെ കേട്ടത് ആണോ? ഞാൻ എടുക്കുന്ന താൻ കണ്ടോ? അധികം കളിക്കണ്ട, വേഗം എടുക്ക്. എനിക്ക് കൊട്ടമ്പോ സമയം ഇന്ന്. പൊയ്ക്കോ. നീന്റെ മോഹം കണ്ടാലറിയാം നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നീ അപ്പൊ അവിടെ നിന്ന് പറഞ്ഞേ. ചാടിക്കൊടേ ഇരിക്കില്ല കേട്ടോ. ആ ബ്ലൗസ് എന്ന് പറഞ്ഞേ. ബ്ലൗസ് പറയാനോ? ആ കൊടയണം. കൊടയാൻ എന്റെ ചെണ്ടക്കോല് എടുക്കാൻ. Oh,
പഞ്ചാര തീരുന്നതിന് മുന്നേ എന്തേ ഓടിപ്പോന്നേ? ഞാൻ പിന്നെ അറിയാതെ ഗൗരി, എന്തേ ഒന്നും പറയാതെ? ആ നഖമൊക്കെ ഒന്ന് മുറിച്ചോളൂ കേട്ടോ. അമ്മച്ചിക്കാരുടെ ശാപ്പാട് അത് കേമായി. നമ്മളെ ആളെത്തിയിട്ടുണ്ട്. ഏ? അല്പം വീഴാണ്ട് നിൽക്കുക. ആ. ഉത്തരവും വഴിയിട്ട് വളക്കാനാവും. അങ്ങോട്ട് വരാവോ? കയ്യിൽ ഏറെ മുടക്കൊന്നുമില്ലല്ലോ. എന്താ മുഖത്തൊരു വാട്ടം? എന്തേ മറ്റേയാള്? ആരെ ചെണ്ടക്കുറങ്ങോ? ആ, അവനെ ഞാൻ പറഞ്ഞു വിട്ടു. പറഞ്ഞു കേട്ടോ, വിട്ടു. വലിയ തറവാട്ടി പറഞ്ഞ ആള് അരുമ ശിഷ്യനാ, കൂടെ കൊണ്ടു നടക്കണത് അഭിമാനാന്നൊക്കെ പറഞ്ഞിട്ട്. ഒക്കെ ശരി തന്നെ. ഗൗരിക്കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തരെ ഞാൻ കൊണ്ടു നടക്കില്ല. അത് എത്ര വലിയ കേവനായാലും ശരി തന്നെയാ. ആ, സത്യാണോ? ഇനി വരില്ലേ? ഇല്ല. അപ്പൂനെ പറ്റിക്കാൻ എന്തെങ്കിലും കെടിയൊപ്പിച്ചിട്ടുണ്ടാവും. അത് ചീറ്റിപ്പോയതിന്റെ സങ്കടം കൊണ്ടാവും ഇല്ലേ? തിരിച്ചു വിട്ടുന്ന് അയ്യരുവണം പറഞ്ഞപ്പോ ഞാൻ ആകെ വിഷമിച്ചു പോയി. കാണാണ്ടായപ്പോ എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു വരണേന്ന്. എന്തിനാ വരണേ? ഒന്ന് കാണാൻ. എന്തിനാ? ആവോ, എനിക്കറിയില്ല. ഈ ചെണ്ടക്കോലും തലയ്ക്ക് വെച്ച ഞാനിപ്പോ ഉറങ്ങാൻ കിടക്കണേ. അതെന്തിനാ? ഇതിന് ഗൗരിയുടെ മണോ? ചുമ്മാ നോണ. സത്യം, ഞാൻ ഏതോ കഥയിൽ വായിച്ചിട്ടുണ്ട്. 17 വയസ്സിലെ പൂക്കുന്ന അഴകിന് സുഗന്ധം ഉണ്ടാവുമെന്ന്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ആവോ, എനിക്കറിയില്ല. ഗൗരി പറഞ്ഞിട്ട് ഞാൻ നഖം മുറിച്ചിട്ടുണ്ട്. ഇനി തൊടാലോ? വേണ്ട, അന്ന് തൊട്ടതേ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതെന്താ? ആവോ, എനിക്കറിയില്ല. അതെന്താ ഒന്നും അറിയാത്ത? ആവോ, അതും അറിയില്ല. പിന്നെ എന്താ അറിയാ? ഒന്നറിയാം. എന്ത്? ഇഷ്ടമാണെന്ന്. ഇനി എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന്.